സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ശത്രുക്കളല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം നാവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം ആരംഭിക്കുന്നത് അവൻ തന്റെ ബലഹീനതകളും സ്വപ്നങ്ങളും ബന്ധങ്ങളും രഹസ്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങുമ്പോഴാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവന്റെ പരാജയം ഉറപ്പാണ്. ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ ചിരിയിൽ പോലും കുറ്റം കണ്ടുപിടിക്കുന്നവരും നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവരുമാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയാത്ത വിധം ശക്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്കൊരു വരദാനമായി മാറും. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഏതു സാഹചര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും മറച്ചുവെക്കേണ്ട 12 കാര്യങ്ങളാണ്. ഇവ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത നിങ്ങൾ ഒരാളോട് പറയുന്നു. അയാൾ ചിരിച്ചുകൊണ്ടത് കേൾക്കും, നിങ്ങളുടെ മുന്നിൽ സുഹൃത്തായി നിൽക്കും. പക്ഷേ നിങ്ങളുടെ പിന്നിൽ അതേ ബലഹീനത അയാൾ തന്റെ ഏറ്റവും വലിയ ആയുധമാക്കും. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ലോകത്തോട് പറയുന്നു. ചിലർ കൈയടിക്കും, പക്ഷേ ഭൂരിഭാഗം പേരും നിങ്ങളുടെ ധൈര്യം കെടുത്തും. ഇത് നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാവരെയും കാണിക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ കണ്ണേറ് തട്ടി ആ സന്തോഷങ്ങൾ ഇല്ലാതാകുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, രഹസ്യം, സമ്പത്ത്, ബലഹീനത ഇവ വെളിപ്പെട്ടാൽ മനുഷ്യനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ആ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇത് വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ കവചമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷാ കവചം. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കേൾക്കുക, കാരണം ഈ 12 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാം. ചാണക്യനീതി 1. നിങ്ങളുടെ ബലഹീനതകൾ മറച്ചുവെക്കുക. സുഹൃത്തുക്കളെ, മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സ്വന്തം ബലഹീനത ലോകത്തോട് പറയുന്നതാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് നിങ്ങൾ ഇന്നൊരാളോട് പറഞ്ഞാൽ, ഓർക്കുക, അടുത്ത തവണ അയാൾക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം ചെയ്യുക ആ ദേഷ്യം ഇളക്കിവിടുക എന്നതായിരിക്കും. ചാണക്യനീതി പറയുന്നു, ബലഹീനത ഒരിക്കലും വെളിപ്പെടുത്തരുത്. കാരണം ഈ ബലഹീനത തന്നെയാണ് മറ്റുള്ളവരുടെ ഏറ്റവും വലിയ ആയുധമാകുന്നത്. ഒരു ചെറിയ കഥ കേൾക്കൂ. ഒരു രാജാവ് തന്റെ സദസ്സിൽ പറഞ്ഞു, എനിക്ക് ഇരുട്ടിനെ ഭയമാണ്. ശത്രുക്കൾക്ക് അവസരം ലഭിച്ചു. യുദ്ധത്തിന്റെ രാത്രി വന്നു. ശത്രുക്കൾ ഇരുട്ടിനെ കൂട്ടുപിടിച്ച് രാജാവിനെ തോൽപ്പിച്ചു. കാരണം അവന്റെ ബലഹീനത അവനെതിരെ ഉപയോഗിക്കപ്പെട്ടു. അതിനാൽ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബലഹീനത, അത് പേടിയാകട്ടെ, അലസതയാകട്ടെ, ദേഷ്യമാകട്ടെ, അതിനെ നിങ്ങളുടെ കവചമാക്കുക. പക്ഷേ ആരോടും പറയരുത്. ഓർക്കുക, നിങ്ങളുടെ ബലഹീനത നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ്. അതിനെ സൂക്ഷിച്ചുവെക്കുക, മറച്ചുവെക്കുക. ചാണക്യനീതി 2. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മറച്ചുവെക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചെറിയൊരു പുതിയ ഐഡിയ തോന്നിയാൽ ഉടനെ സോഷ്യൽ മീഡിയയിലിടും. ഞാനത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറയും. എന്നാൽ സത്യമെന്തെന്നാൽ സ്വപ്നം സഫലമാകും വരെ അത് വെളിപ്പെടുത്തുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമായിരിക്കണം. കാരണം സ്വപ്നങ്ങൾ വളരെ ലോലമാണ്. ആളുകൾ അതിനെ തകർക്കാൻ 1000 കാര്യങ്ങൾ പറയും. എന്റെ ഒരു സുഹൃത്ത് താൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞു, നിന്റെ കയ്യിൽ പണമില്ലല്ലോ. സുഹൃത്തുക്കൾ പറഞ്ഞു, നിന്നെക്കൊണ്ട് അത് പറ്റില്ല. ഫലമെന്തെന്നാൽ അവൻ ആ ബിസിനസ് തുടങ്ങിയതേയില്ല. സുഹൃത്തുക്കളെ, ഓർക്കുക, സ്വപ്നങ്ങളെ ആദ്യം അധ്വാനത്തിന്റെ മണ്ണിൽ നനച്ചു വളർത്തുക. അതിന്റെ വേരുകൾ ബലപ്പെടുത്തുക. മരം കായ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ലോകത്തെ കാണിക്കുക. ചാണക്യനീതി 3. നിങ്ങളുടെ കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങൾ മറച്ചുവെക്കുക. ഏതാണ്ട് എല്ലാ മനുഷ്യരും ചെയ്യുന്ന തെറ്റാണിത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കോ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കമോ ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ലോകത്തോട് പറയുമ്പോൾ ആളുകൾ അതിൽ വിഷം കലർത്താൻ തുടങ്ങും. ചാണക്യൻ പറഞ്ഞിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ തന്നെ വെക്കുക, എങ്കിലേ വീട് സുരക്ഷിതമാകൂ. ഒരു സ്ത്രീ തന്റെ ഭർത്താവുമായുള്ള വഴക്കിന്റെ കാര്യങ്ങൾ കൂട്ടുകാരിയോട് പറയുമായിരുന്നു. കൂട്ടുകാരി തമാശ രൂപേണ ആ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു. നോക്കി നിൽക്കെ കോളനി മുഴുവൻ ആ വർത്തമാനം പരന്നു. ഫലമോ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. സുഹൃത്തുക്കളെ, ഓർക്കുക, നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ ശക്തി. അതിലെ കുറവുകൾ ലോകത്തെ കാണിക്കരുത്. സ്നേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുക. സുഹൃത്തുക്കളെ, ഇവയായിരുന്നു ചാണക്യനീതി പറയുന്ന എപ്പോഴും മറച്ചുവെക്കേണ്ട ആദ്യത്തെ 3 കാര്യങ്ങൾ. ബലഹീനത, സ്വപ്നങ്ങൾ, കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങൾ. ഇവ നിങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. എന്നാൽ ഇവ മറച്ചുവെച്ചാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ എത്ര തെറ്റുകളാണ് ചെയ്തിരുന്നത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക.
ഈ 3 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം മറച്ചുവെക്കാൻ തീരുമാനിക്കുന്നത് എന്ന് കമന്റിൽ അറിയിക്കുക. അതേ സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. അടുത്ത ഭാഗത്ത് 4 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കും. അതുകൊണ്ട് ഇത് മിസ് ചെയ്യരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം അനുഭവപ്പെടുന്നത് ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയും എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ്. എത്രയോ ആളുകൾ ഈ ഒരൊറ്റ പേടി കാരണം സ്വന്തം ജീവിതത്തിലെ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരാണ്. ഞാനിത് ചെയ്താൽ ആളുകൾ ചിരിക്കില്ലേ, വിമർശിക്കില്ലേ എന്ന് മനസ്സെപ്പോഴും ചോദിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഭയന്ന് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും സ്വന്തം ജീവിതം ജീവിക്കാൻ കഴിയില്ല. ഓർക്കുക, നിങ്ങൾ എത്ര നല്ലവനായി മാറിയാലും ലോകം എന്തെങ്കിലും കുറ്റം പറയുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മുടെ ആത്മാവിന് സമാധാനം നൽകുന്ന, നമ്മുടെ ഭാവിയെ ശക്തമാക്കുന്ന കാര്യം തന്നെ ചെയ്തുകൂടെ? ഇവിടെ ചാണക്യന്റെ പുതിയൊരു നീതി മുന്നിലേക്ക് വരുന്നു. ചാണക്യനീതി 4. ലോകം എന്തു പറയുന്നു എന്നതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പ്രവൃത്തി. ലോകത്തിന്റെ അഭിപ്രായം ഇന്ന് മാറും, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിയും അതിന്റെ ഫലവും എപ്പോഴും നിലനിൽക്കും. ചിന്തിച്ചു നോക്കൂ, ചാണക്യൻ അന്ന് ആളുകളുടെ വർത്തമാനം കേട്ട് ഭയന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ശക്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്നോ? അദ്ദേഹം ഇന്നും നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാകുമായിരുന്നോ? അദ്ദേഹം വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞ് തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നും അനശ്വരമായിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വായടപ്പിക്കുക എളുപ്പമല്ല. പക്ഷെ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ ദൃഢനിശ്ചയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി ഉണർന്നാൽ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ഇപ്പോഴും ലോകത്തിന്റെ അഭിപ്രായങ്ങളുടെ ഭാരത്തിനടിയിലാണോ? അടിയിലാണെങ്കിൽ എഴുന്നേൽക്കാനുള്ള സമയമാണിത്. കാരണം കടന്നുപോകുന്ന ഓരോ നിമിഷവും ഇനി ഒരിക്കലും തിരിച്ചുവരില്ല. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം ചാണക്യൻ പറയുന്നത് യഥാർത്ഥ വിജയം ശത്രുക്കളെ തോൽപ്പിക്കുന്നതിലല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ ജയിക്കുന്നതിലാണ് എന്നാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനുഷ്യൻ ഒറ്റയ്ക്കാകുമ്പോൾ വീഴുന്നതിനേക്കാൾ കൂടുതൽ തെറ്റായ ആളുകളുടെ കൂടെ ചേരുമ്പോഴാണ് വീണുപോകുന്നത്. ചാണക്യനീതി 5. എങ്ങനെയുള്ള കൂട്ടുകെട്ടാണോ അങ്ങനെയുണ്ടാകും സ്വഭാവവും. ചെറുപ്പം മുതലേ നമ്മുടെ അമ്മമാർ പറയാറുണ്ട്, മോശം കൂട്ടുകെട്ടിൽ പോകരുത്, അല്ലെങ്കിൽ നിന്റെ ഭാവി ഇരുളടഞ്ഞു പോകും എന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഇതിനെ നിസ്സാരമായി കാണുന്നു. ചാണക്യൻ പറയുന്നു, തെറ്റായ കൂട്ടുകെട്ട് ഏറ്റവും അപകടകരമായ വിഷമാണ്. ചിന്തിക്കൂ, നിങ്ങളുടെ 4 സുഹൃത്തുക്കൾ മടിയന്മാരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അധ്വാനിയാകാൻ കഴിയില്ല. നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം മദ്യപിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം നിങ്ങളും ഗത്യന്തരമില്ലാതെ അത് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ 4 കൂട്ടുകാർ എപ്പോഴും ഒഴിവുകഴിവുകൾ പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഒഴിവുകഴിവുകൾക്ക് ബലിയാടാകും. ഒരിക്കൽ ഒരു രാജാവ് തന്റെ മകനെ ഉപദേശിക്കാൻ ഒരു ഉദാഹരണം നൽകി. അവൻ മകനോട് അങ്ങാടിയിൽ നിന്ന് ഒരു നല്ല മാങ്ങയും ഒരു ചീത്ത മാങ്ങയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടും ഒരേ കുട്ടയിൽ വെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ നല്ല മാങ്ങയും ചീത്തയായി പോയിരുന്നു. രാജാവ് പറഞ്ഞു, മകനെ, ഇതാണ് സഹവാസത്തിന്റെ ഫലം. ഈ കഥ വെറുമൊരു കഥയല്ല, ജീവിതത്തിലെ വലിയ സത്യമാണ്. നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കും. ഇപ്പോൾ ഒന്ന് നിന്ന് ആലോചിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയവും ഊർജ്ജവും ലക്ഷ്യവും നശിപ്പിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഓർക്കുക, ചാണക്യൻ പറയുന്നു, മോശം ആളുകളുടെ സഹവാസം നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. പല ആളുകളും കഠിനാധ്വാനികളായിരുന്നിട്ടും വിജയിക്കാത്തതിന് യഥാർത്ഥ കാരണം ഇതാണ്. ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായ ആത്മവിശ്വാസത്തെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്ന മറ്റൊരു ശീലത്തെക്കുറിച്ചാണ്. ഈ ശീലം സമയത്തിന് ഉപേക്ഷിച്ചില്ലെങ്കിൽ വിജയത്തിന്റെ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ എന്നേക്കുമായി അടഞ്ഞേക്കാം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും കഠിനമായ കാര്യം സ്വന്തം ഉള്ളിലെ തീയിനെ നിയന്ത്രിക്കുക എന്നതാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ 2 തരം തീ കത്തുന്നുണ്ട്. ഒന്ന് അവനെ വിജയത്തിലേക്ക് നയിക്കുന്നു, മറ്റൊന്ന് അവനെ കോപം, അസൂയ, വെറുപ്പ് എന്നിവയിലേക്ക് തള്ളിവിടുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, തീയും കോപവും ചെറുതാണെങ്കിലും അവയെ നിസ്സാരമായി കാണരുത്, കാരണം ഇവ രണ്ടും ഒരു ദിവസമെല്ലാം ചുട്ടേരിക്കും. ചിന്തിക്കൂ, ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ എത്രയോ ബന്ധങ്ങൾ തകർന്നുപോകുന്നു. എത്രയോ ആളുകൾ സ്വന്തം വാശിയും അഹങ്കാരവും കാരണം തങ്ങളുടെ കരിയർ നശിപ്പിക്കുന്നു. ചാണക്യനീതി 6. കോപം വിഡ്ഢിത്തത്തിൽ തുടങ്ങി പശ്ചാത്താപത്തിൽ അവസാനിക്കുന്നു. ഈ നീതി നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിജയം പോയിട്ട് നമ്മൾ നമ്മുടെ വർത്തമാനകാലത്തെപ്പോലും കത്തിച്ചുകളയും എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിന്തിക്കാതെ സംസാരിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സ്വന്തം ഉറ്റവരെയാണ്. പിന്നീട് ആ വ്യക്തി തന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഇനി ജീവിതത്തിന്റെ മറുവശം നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ, കോപത്തെ ക്ഷമയായി മാറ്റുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടും. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. കാരണം സംയമനം മനുഷ്യനെ സാധാരണക്കാരനിൽ നിന്ന് അസാധാരണനാക്കുന്നു.
ഇതുകൊണ്ടാണ് ചാണക്യൻ രാജാവായ ചന്ദ്രഗുപ്തനെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചത്. രാജാവിന്റെ ബലം വാളിലല്ല, അവന്റെ ക്ഷമയിലാണ്. അതുകൊണ്ടാണ് ഒരു സാധാരണ ബാലനെ അഖണ്ഡഭാരതത്തിന്റെ ചക്രവർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ചാണക്യനീതി 7. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ നിയന്ത്രണമില്ലാത്ത മനസ്സ് തന്നെയാണ്. ഇനി നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക. നമ്മൾ പുറത്തുള്ള ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നു, പക്ഷേ ഉള്ളിലെ ശത്രുവിനോട് തോറ്റുപോകുന്നു. അത്യാഗ്രഹം, കോപം, അസൂയ, അലസത ഇവയാണ് നമ്മുടെ ആത്മാവിനെ പതുക്കെ കാർന്നു തിന്നുന്ന ആയുധങ്ങൾ. ഇന്നു മുതൽ ഈ ശത്രുക്കളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാനാകില്ല. കാരണം സ്വന്തം മനസ്സിന്റെ യജമാനനായവന് ലോകത്തിന്റെ മുഴുവൻ യജമാനനാകാൻ കഴിയും. എന്നാൽ സുഹൃത്തുക്കളെ, സത്യമെന്തെന്നാൽ മനസ്സിനെ ജയിക്കുക എളുപ്പമല്ല. ഇത് ദിവസേനയുള്ള അഭ്യാസമാണ്. ഓരോ ദിവസവും യുക്തി, ക്ഷമ, സംയമനം എന്നിവയിലൂടെ നിങ്ങൾ മനസ്സിനെ മെരുക്കണം. ചിന്തിക്കൂ, ഒരു സാധാരണ ബാലനായ ചന്ദ്രഗുപ്തന് തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ഗുരു ചാണക്യന്റെ വഴികാട്ടലിലൂടെ മുന്നേറാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? വ്യത്യാസം ഇത്രമാത്രം: നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ തിരിച്ചറിയണം. ഇനി എന്തുകൊണ്ടാണ് ചാണക്യൻ സ്വന്തം രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കുവെക്കരുത് എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. കാരണം ഈ നീതിയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതും മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്തിക്കുന്നതും. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ കളി രഹസ്യങ്ങളുടെ കളിയാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, സ്വന്തം രാജ്യം കൈവശമില്ലാത്തവന്റെ ജീവിതം മറ്റുള്ളവരുടെ കളിപ്പാവയായി മാറുന്നു. ഒന്ന് ആലോചിക്കൂ, നിങ്ങളുടെ എല്ലാ പദ്ധതികളും, എല്ലാ സ്വപ്നങ്ങളും, എല്ലാ ബലഹീനതകളും എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാകും? ആളുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മോഷ്ടിക്കും, നിങ്ങളുടെ ബലഹീനതകളെ ആയുധമാക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും. ഓർക്കുക, നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നുവോ അത്രത്തോളം ബഹുമാനം ലോകം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചാണക്യ വിവേകമാണ്. ഇവിടെ വാക്കുകൾക്കിടയിലെ മൗനവും സംസാരിക്കുന്നു. ഓരോ പാഠവും ജീവിതത്തിന് പുതിയ വഴിത്തിരിവ് നൽകുന്നു. നിങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുണ്ടാകും, വലിയൊരു പ്ലാൻ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറഞ്ഞു, അതിന്റെ പിറ്റേന്ന് തന്നെ ആരെങ്കിലും നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു. ഇത് വളരെ ബുദ്ധിമുട്ടാണ്, നിന്നെക്കൊണ്ട് പറ്റില്ല. പലപ്പോഴും അവരുടെ ഒരൊറ്റ വാചകം നിങ്ങളുടെ അധ്വാനത്തിന്റെ തീ കെടുത്തിക്കളഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയത്. ചാണക്യനീതി 8. പൂർത്തിയാകുന്നതുവരെ രഹസ്യമാക്കി വയ്ക്കുന്ന പദ്ധതികൾ മാത്രമേ വിജയിക്കൂ. ഇനി മറ്റൊരു വലിയ സത്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്നാൽ നിങ്ങൾ ആരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങിയാൽ ആ ആളുകളെ തന്നെ മറ്റുള്ളവർ ലക്ഷ്യമിടാൻ തുടങ്ങും. ഉദാഹരണത്തിന്, അവനാണ് എന്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുന്നവർ അപ്പോൾ തന്നെ അവനെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങും, അവനെതിരെ സംശയമുണ്ടാക്കും. പതുക്കെ നിങ്ങളുടെ വിശ്വാസം ഇളകാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, വിശ്വാസത്തെ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് മറച്ചുവെക്കുക. കാരണം അതാണ് നിങ്ങളുടെ കവചം, അതാണ് നിങ്ങളുടെ ആയുധം. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന മറ്റൊരു കാര്യം സ്വന്തം സന്തോഷങ്ങൾ എല്ലാവരോടും പറയുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഓരോ ചെറിയ സന്തോഷവും ആളുകൾ അപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നു. പുതിയ ജോലി കിട്ടി, ഉടനെ പോസ്റ്റ്. പുതിയ കാർ വാങ്ങി, ഉടനെ സ്റ്റോറി. എന്നാൽ എല്ലാ കണ്ണുകളും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നവയല്ല എന്ന് നമ്മൾ മറക്കുന്നു. ചാണക്യൻ വളരെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സന്തോഷത്തെ മറച്ചുവെച്ച് ജീവിക്കുക. കാരണം കണ്ണേറ് ഏറ്റവും മൂർച്ചയുള്ള അമ്പാണ്. ചിന്തിക്കൂ, ഈ നീതികൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ശക്തി സംരക്ഷിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാനും നിങ്ങൾക്ക് കഴിയും. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ നമ്മുടെ തെറ്റുകളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ തെറ്റുകളെ എല്ലാവരുടെയും മുന്നിൽ കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ ബുദ്ധി. ചാണക്യൻ പറയുന്നു, സ്വന്തം ബലഹീനതകളും പരാജയങ്ങളും മറച്ചുവെക്കുന്നവന് മാത്രമേ അവയെ ശക്തിയാക്കി മാറ്റാൻ കഴിയൂ. ഇനി ചിന്തിക്കൂ, എത്രയോ ആളുകൾ തങ്ങളുടെ ഓരോ പരാജയവും എല്ലാവരെയും അറിയിക്കുന്നു. എന്റെ ജോലി പോയി, എന്റെ ബിസിനസ് തകർന്നു, എന്റെ ബന്ധങ്ങൾ തകർന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആളുകൾ മുന്നിൽ സഹതാപം കാണിക്കും, പക്ഷേ ഉള്ളിനുള്ളിൽ നിങ്ങളുടെ തോൽവിയെ നോക്കി ചിരിക്കും. ചിലർ നിങ്ങളുടെ ബലഹീനതയെ തങ്ങളുടെ ആയുധമാക്കും. ചാണക്യനീതി 9. പരാജയത്തിന്റെ വേദന നിങ്ങൾ മാത്രം സഹിക്കുക. ഇവിടെ ഗൗരവമുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പരാജയത്തിന്റെ വേദന നിങ്ങൾ മാത്രം കൈകാര്യം ചെയ്യണം. കാരണം ഈ വേദനയാണ് നിങ്ങളുള്ളിലെ തീ. നിങ്ങളത് മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു തീർത്താൽ ആ തീ അണഞ്ഞുപോകും. എന്നാൽ അത് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാൽ ആ തീ നിങ്ങൾക്ക് ചരിത്രം കുറിക്കാനുള്ള ശക്തി നൽകും. ഓർക്കുക, പരാജയത്തെ ആയുധമാക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ഒരു കഥ കേൾക്കൂ. ചന്ദ്രഗുപ്തൻ ആദ്യ യുദ്ധത്തിൽ തോറ്റപ്പോൾ ലോകം മുഴുവൻ അവനെ പരിഹസിച്ചു. ഈ പയ്യൻ രാജാവാകാൻ യോഗ്യനല്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. എന്നാൽ ചാണക്യൻ അവനെ പഠിപ്പിച്ചത് ഇതാണ്: നിന്റെ തോൽവി ആരെയും കാണിക്കരുത്, അതിനെ നിന്റെ ഉള്ളിലെ തീയാക്കി മാറ്റുക. ഒരുനാൾ ആ തീ നിനക്ക് നിന്റെ ശത്രുക്കൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കിരീടം നേടിത്തരും. അതുതന്നെ സംഭവിച്ചു. ആ ആദ്യ തോൽവി ചന്ദ്രഗുപ്തന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറി. കാരണം അവൻ ആ പരാജയത്തെ ലോകത്തിൽ നിന്ന് മറച്ചുവെച്ച് തന്റെ ഉള്ളിലെ ഊർജ്ജമാക്കി മാറ്റി.
സുഹൃത്തുക്കളെ, ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: പരാജയങ്ങളെ രഹസ്യമാക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ തിരിച്ചുവരുമ്പോൾ ലോകം അത്ഭുതപ്പെടണം. ഓർക്കുക, ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കും, പക്ഷേ പരാജയത്തിൽ ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ തോൽവിയെ നെഞ്ചിൽ ഒളിപ്പിച്ചു വയ്ക്കാം. ജയിക്കുന്ന ദിവസം ഒരു നായകനെപ്പോലെ അതിനെ പുറത്തെടുക്കാം. ഇനി കുറച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ചാണക്യൻ എന്തുകൊണ്ട് പറഞ്ഞുവെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ നാവാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. ചാണക്യനീതി 10: കുറച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ആയുധം വാളോ തോക്കോ അല്ല. യഥാർത്ഥ ആയുധം നിങ്ങളുടെ നാവാണ്. നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിത്തരുന്നത്. അതുതന്നെയാണ് നിങ്ങൾക്ക് ശത്രുക്കളെയും ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ബുദ്ധിമാനായ വ്യക്തി എപ്പോഴും കുറച്ചേ സംസാരിക്കൂ. കാരണം വാക്കുകൾ ഒരിക്കൽ പുറത്തുപോയാൽ തിരിച്ചെടുക്കാനാകില്ല. ഒന്ന് ചിന്തിക്കൂ, ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറയുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്ത എത്ര സന്ദർഭങ്ങളുണ്ട്? എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ പദ്ധതി, നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യം സ്വന്തം നാവുകൊണ്ട് പറഞ്ഞു പോവുകയും പിന്നീട് അതേ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്? ചാണക്യൻ പറയുന്നു, വിഡ്ഢിയെ അവന്റെ വാക്കുകളിലൂടെ തിരിച്ചറിയാം, ബുദ്ധിമാനെ അവന്റെ മൗനത്തിലൂടെയും. ഇനി ഞാനൊരു യഥാർത്ഥ ഉദാഹരണം പറയാം. രാജാവിന്റെ സദസ്സിൽ ഒരു പണ്ഡിതനെയും ഒരു സാധാരണ കർഷകനെയും വിളിച്ചുവരുത്തി. തങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ രണ്ടുപേർക്കും അവസരം നൽകുമെന്ന് രാജാവ് പറഞ്ഞു. പണ്ഡിതൻ ഒരുപാട് സംസാരിച്ചു, ശാസ്ത്രങ്ങളിലെ അറിവ് കാണിച്ചു, നീളൻ തർക്കങ്ങൾ നടത്തി. അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് എല്ലാവർക്കും തോന്നി. എന്നാൽ കർഷകൻ നിശബ്ദനായി നിന്നു. അവൻ ഇത്രമാത്രം പറഞ്ഞു, രാജാവേ, കുറഞ്ഞ വാക്കുകളിൽ ഉപകരിക്കുന്നതാണ് യഥാർത്ഥ അറിവ്. രാജാവ് കർഷകന് അനുകൂലമായി വിധിച്ചു. കാരണം പണ്ഡിതൻ വാക്കുകൾ കൊണ്ട് തന്റെ പാണ്ഡിത്യം കാണിച്ചു, എന്നാൽ കർഷകൻ മൗനത്തിലൂടെ തന്റെ വിവേകം കാണിച്ചു. സുഹൃത്തുക്കളെ, കുറച്ച് സംസാരിക്കുന്നതിന്റെ ശക്തി ഇതാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മുന്നിലുള്ളയാൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഓരോ തവണയും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ രഹസ്യം, നിങ്ങളുടെ പദ്ധതി എന്നിവ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചീട്ടുകൾ തുറന്നുകാട്ടുകയാണ്. എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് എതിരാളിക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഓർക്കുക, മൗനം വിഡ്ഢിയെയും ബുദ്ധിമാനാക്കും, അനാവശ്യ സംസാരം ബുദ്ധിമാനെയും വിഡ്ഢിയാക്കും. ഇനി ഗൗരവമുള്ള ഒരു പാഠം: ടെലിവിഷൻ നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത്. പലരും എല്ലാ സ്ഥലത്തും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിന്റെയും വില 100 മടങ്ങ് വർദ്ധിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും പുകഴ്ത്തി സംസാരിച്ചാൽ അതിന് വിലയുണ്ടാകില്ല. എന്നാൽ മാസങ്ങളോളം മിണ്ടാതിരുന്ന് ഒരു ദിവസം അഭിനന്ദിച്ചാൽ ആ വാക്കുകൾ കേൾക്കുന്നയാളുടെ മനസ്സിൽ പതിയും. അപ്പോൾ സുഹൃത്തുക്കളെ, യഥാർത്ഥ ശക്തി മൗനത്തിലാണ്. യഥാർത്ഥ രഹസ്യം നിങ്ങളുടെ നാവിന്റെ തടവറയിലാണ്. കുറച്ചു മാത്രം സംസാരിച്ച് എല്ലാവരെയും വിസ്മയിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ഉണ്ടാകുന്നത്. ഇനി ചാണക്യൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ പറയാം. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും മറച്ചുവെക്കുക, അല്ലെങ്കിൽ ലോകം അവയെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കും. ചാണക്യനീതി 11: കുടുംബ പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞാൽ അത് നാശത്തിന് കാരണമാകും. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ലോകം നിങ്ങളുടെ സന്തോഷത്തിൽ കൈയടിക്കും, പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെ കാഴ്ചവസ്തുവാക്കും. ചാണക്യൻ പറഞ്ഞിരുന്നു, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തുവന്നാൽ അത് വംശത്തെ മുഴുവൻ മുക്കിക്കളയും. ചിന്തിക്കൂ, വീട്ടിലെ ഓരോ ചെറിയ പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സഹോദരനുമായി വഴക്കാണ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചേർച്ചയില്ല എന്നൊക്കെ. എന്നിട്ടെന്ത് സംഭവിക്കുന്നു? ആളുകൾ മുന്നിൽ സഹതാപം കാണിക്കും, പക്ഷേ ഉള്ളിനുള്ളിൽ കളിയാക്കും. ചിലർ നിങ്ങളുടെ ദുഃഖത്തെ തങ്ങളുടെ ശക്തിയാക്കും. കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാമായിരുന്ന പ്രശ്നം പുറത്തെത്തുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറുന്നു. ഓർക്കുക സുഹൃത്തുക്കളെ, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ പണത്തിന്റെ, ചിലപ്പോൾ ബന്ധങ്ങളുടെ, ചിലപ്പോൾ ചിന്താഗതിയുടെ. എന്നാൽ ബുദ്ധി എന്നത് ഈ പ്രശ്നങ്ങളെ വീടിന്റെ വാതിലിനുള്ളിൽ തന്നെ നിർത്തുന്നതാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, തകർന്ന വള്ളം കരയിൽ വെച്ച് നന്നാക്കിയാൽ വീണ്ടും കടൽ കടക്കാം. എന്നാൽ കടലിന് നടുവിൽ വെച്ച് അതിൽ ദ്വാരമുണ്ടാകുകയും അതെല്ലാവരും അറിയുകയും ചെയ്താൽ മുങ്ങുമെന്നുറപ്പാണ്. കുടുംബവും ആ വള്ളം പോലെ തന്നെയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുപോയാൽ ആളുകൾ അതിൽ കൂടുതൽ ദ്വാരങ്ങളുണ്ടാക്കും. എന്നാൽ ഉള്ളിൽ വെച്ച് തന്നെ അത് പരിഹരിച്ചാൽ അതേ കുടുംബം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇനി ചെറിയൊരു കഥ കേൾക്കൂ. ഒരു പാവപ്പെട്ട കുടുംബമുണ്ടായിരുന്നു. വീട്ടിൽ പലപ്പോഴും പണത്തെ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ട്. പക്ഷേ ആ കുടുംബം ഒരിക്കലും തങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തുള്ളവരുമായി പങ്കുവച്ചില്ല. അവർ വീടിനുള്ളിലിരുന്ന് പരിഹാരം കണ്ടു. പതുക്കെ എല്ലാവരും ചേർന്ന് അധ്വാനിച്ചു. ആ വീട് ഒരു ദിവസം ഐശ്വര്യത്തിന്റെ ഉദാഹരണമായി മാറി. അതേസമയം അതേ അയൽപ്പക്കത്ത് മറ്റൊരു കുടുംബമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടും പുറത്തുള്ളവരോട് പറയുമായിരുന്നു. ഫലമോ? ബന്ധുക്കൾ കളിയാക്കി, അയൽക്കാർ കുത്തുവാക്കുകൾ പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല.
വ്യത്യാസം ഇത്രമാത്രം: ഒരു കുടുംബം തങ്ങളുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിച്ചു, മറ്റേവർ എല്ലാം പുറത്തു പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തു കൊണ്ടുപോകരുത്. അവ വീടിനുള്ളിൽ തന്നെ പരിഹരിക്കുക. കാരണം നാളെ ഈ കുടുംബമായിരിക്കും നിങ്ങളുടെ കവചം. ഒന്നുനിന്ന് ചിന്തിക്കൂ. ഓരോ മനുഷ്യനും ഈ നീതികൾ ജീവിതത്തിൽ പകർത്തിയാൽ അവന്റെ ജീവിതം മാത്രമല്ല, അവന്റെ കുടുംബത്തിന്റെ മുഴുവൻ തലവരെയും മാറില്ലേ? സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, ചാണക്യന്റെ നീതികൾക്ക് ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. അതിലൂടെ അവരുടെ ജീവിതവും മാറട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇനി വരുന്ന ഓരോ നീതിയും ഓരോ പാഠവും ആദ്യം നിങ്ങളിലേക്കെത്തട്ടെ. ഓർക്കുക, നിങ്ങളുടെ ഈ ചെറിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതം മാത്രമല്ല, മറ്റൊരാളുടെ ജീവിതവും മാറ്റിയേക്കാം. ചാണക്യനീതി 12. ചെയ്യുന്ന ദാനധർമ്മങ്ങൾ രഹസ്യമാക്കുക. സുഹൃത്തുക്കളെ, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയാമോ? ഇന്ന് മനുഷ്യൻ ദാനം ചെയ്യുന്നു, നന്മ ചെയ്യുന്നു, പുണ്യം ചെയ്യുന്നു. പക്ഷേ അവന്റെ ലക്ഷ്യം സഹായമല്ല, മറിച്ച് പ്രകടനമാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കും, പക്ഷേ അതിനു മുമ്പ് ക്യാമറ ഓൺ ചെയ്യും. പാവപ്പെട്ടവനെ സഹായിക്കും, പക്ഷേ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. ചാണക്യൻ പറഞ്ഞിരുന്നു, രഹസ്യമായിരിക്കുന്നതാണ് യഥാർത്ഥ പുണ്യം. കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പുണ്യം പാപത്തേക്കാൾ ഭാരമുള്ളതാണ്. ചിന്തിക്കൂ, നിങ്ങളൊരാളെ സഹായിക്കുകയും അത് കൊട്ടിഘോഷിക്കുകയും ചെയ്താൽ ആ സഹായം യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമായിരുന്നോ, അതോ അതൊരു കച്ചവടമായിരുന്നോ? ഞാൻ കൊടുത്തു, ലോകം എന്നെ മഹാൻ എന്ന് വിളിക്കാൻ വേണ്ടി എന്ന ചിന്ത. സുഹൃത്തുക്കളെ, പുണ്യത്തിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് നിങ്ങളത് നിശബ്ദമായി ചെയ്യുമ്പോഴാണ്. ദാനത്തിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമാകുന്നത് കൊടുത്തവൻ താൻ കൊടുത്തു എന്നത് മറക്കുമ്പോഴാണ്. എന്നാൽ വാങ്ങിയവൻ തനിക്ക് കിട്ടിയെന്നത് ഒരിക്കലും മറക്കാനും പാടില്ല. ഒരു കഥ കേൾക്കൂ. ഒരു ഗ്രാമത്തിൽ 2 ധനികർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ദാനം ചെയ്യുമ്പോഴെല്ലാം കൊട്ടും കുരവയുമായി എല്ലാവരെയും വിളിച്ചുകൂട്ടി തന്റെ ഉദാരത പ്രകടിപ്പിക്കുമായിരുന്നു. ആളുകൾ അയാളെ പുകഴ്ത്തി, പക്ഷെ അയാളുടെ ആത്മാവിന് ഒരിക്കലും തൃപ്തി ലഭിച്ചില്ല. രണ്ടാമത്തെയാൾ നിശബ്ദനായി ആരുമറിയാതെ പാവങ്ങളെ സഹായിച്ചു. അയാളെക്കുറിച്ച് ആരും അറിഞ്ഞില്ല, പക്ഷേ അയാളുടെ പുണ്യത്തിന്റെ ഫലം കുടുംബത്തിൽ മുഴുവൻ കണ്ടു. അയാളുടെ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിലനിന്നു. ഇതാണ് പ്രകടനവും യഥാർത്ഥ പുണ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ദാനത്തെ മറച്ചുവെക്കുക, പുണ്യത്തെ രഹസ്യമാക്കുക. കാരണം ഈ രഹസ്യം ദൈവത്തിലേക്കാണ് എത്തുന്നത്, അല്ലാതെ ആളുകളുടെ കൈയടിയിലേക്കല്ല. സുഹൃത്തുക്കളെ, ഈ അവസാനത്തെ നീതി കൂടി നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കി സ്വീകരിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി സ്വകാര്യതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ, പദ്ധതികളുടെ, സന്തോഷങ്ങളുടെ, പ്രശ്നങ്ങളുടെ, പരാജയങ്ങളുടെ, കൂടാതെ നിങ്ങളുടെ പുണ്യത്തിന്റെ പോലും സ്വകാര്യത. ഇവയാണ് ചാണക്യന്റെ 12 നീതികൾ. ഇവ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ കാര്യങ്ങൾ എന്തിന് മറച്ചുവെക്കണം എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് രഹസ്യമാണ് ശക്തി? എന്തുകൊണ്ട് സ്വകാര്യതയാണ് ഏറ്റവും വലിയ ആയുധം? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചാണക്യന്റെ നീതികൾ ഇന്നും എന്തുകൊണ്ട് ജീവിക്കുന്നു? ഇനി അവസാനത്തെ ഒരു അഭ്യർത്ഥന. ഈ യാത്രയും ഈ പാഠങ്ങളും നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അറിവ് നിങ്ങളുടെ ചിന്തയെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളിൽ മാത്രം ഒതുക്കിവെക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലും വെളിച്ചം നിറയട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിവിന്റെ അടുത്ത കിരണം വരുമ്പോൾ അത് ആദ്യം നിങ്ങളിലേക്ക് എത്തട്ടെ. ഓർക്കുക, നിങ്ങളുടെ ഈ ചെറിയ ചുവടുവെപ്പ് ഒരാളുടെ ഇരുണ്ട വഴിയെ വെളിച്ചത്തിലേക്ക് നയിച്ചേക്കാം. അതുതന്നെയാണ് യഥാർത്ഥ പുണ്യം. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ചാണക്യ വിവേകമാണ്. ഇവിടെ വാക്കുകൾക്കിടയിലെ മൗനവും സംസാരിക്കുന്നു. ഓരോ പാഠവും ജീവിതത്തിന് പുതിയ വഴിത്തിരിവ് നൽകുന്നു.